കേരളത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലായി കണ്ടുവരുന്നത് സംഘപരിവാർ രാഷ്ട്രീയത്തിന്റെ സമ്മർദ്ദം കാരണം നിരവധി ആളുകൾ ജീവൻ അവസാനിപ്പിക്കുന്ന ദാരുണ കാഴ്ചയാണ്. അതിന്റെ ഏറ്റവും പുതിയ ഇരയാണ് ഇന്ന് ആത്മഹത്യ ചെയ്ത തൃക്കണ്ണപുരം വാർഡിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ബി നേതാവ് ആനന്ദ് കെ തമ്പി. പാർട്ടി തിരഞ്ഞെടുപ്പിൽ സീറ്റ് നിഷേധിക്കുകയും ആ സീറ്റ് മാഫിയ ഗ്രൂപ്പുമായി ബന്ധമുള്ള ഒരാൾക്ക് നൽകുകയും ചെയ്തതോടെയാണ് ആനന്ദ് താൻ അനുഭവിച്ച വേദന കുറിപ്പിൽ തുറന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ സംഭവങ്ങൾക്ക് പിന്നാലെയാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തത്. ഇതിനു മുമ്പും ബി.ജെ.പിക്കുള്ളിലെ അഴിമതിയും ഗൂഢാലോചനകളും ചൂണ്ടിക്കാണിക്കുന്ന കുറിപ്പ് പുറത്തു വന്നിരുന്നു. തിരുമല കൗൺസിലർ അനിലിന്റേത്. ഇന്ന് ജീവനൊടുക്കിയ ആനന്ദ് ആ അനിലിന്റെ ബന്ധുവാണ്. ആത്മഹത്യാക്കുറിപ്പിൽ ആദ്യം ബാങ്ക് പ്രതിസന്ധിയാണ് കാരണമെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും തിരിച്ചടവിൽ താമസിച്ചപ്പോഴും ബാങ്ക് കടുത്ത നടപടികൾ സ്വീകരിച്ചില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. FD ഇട്ടവർ സമ്മർദ്ദം ചെലുത്തി. പണം തിരിച്ചടവിൽ പലരും താമസിച്ചിട്ടുണ്ട് എങ്കിലും തനിക്കുമേൽ മാത്രം അനാവശ്യ സമ്മർദ്ദങ്ങൾ ഉണ്ടാക്കിയതായി കുറിപ്പിൽ പറയുന്നു. ഇതിന് സമാനമായ മറ്റൊരു ഞെട്ടിക്കുന്ന സംഭവം കോട്ടയം സ്വദേശിയായ യുവാവിന്റേതായിരുന്നു. RSS ക്യാമ്പുകളിൽ താൻ നേരിട്ട മാനസിക, ശാരീരിക, ലൈംഗിക പീഡനങ്ങൾ തുറന്നെഴുതി ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തതിന് പിന്നാലെയാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തത്. കുട്ടിക്കാലത്ത് തന്നെ പീഡനത്തിനിരയാക്കിയ വ്യക്തിയുടെ പേരടക്കം യുവാവ് വെളിപ്പെടുത്തിയിരുന്നു. ഒരിക്കലും RSSകാരുമായി ഇടപെടരുത്, അവർ പീഡകരാണ് എന്നായിരുന്നു വീഡിയോയിൽ പറഞ്ഞത്. ITC, OTC ക്യാമ്പുകളിൽ നിരവധി കുട്ടികൾ ലൈംഗിക പീഡനത്തിനിരയാകുന്നുണ്ടെന്നും പലരും അത് പറയാൻ പേടിക്കുന്നുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. അതേ സാഹചര്യത്തിൽ ഇന്ന് മരണത്തിനു മുൻപ് ആനന്ദ് എഴുതിയ വാക്കുകൾ കൂടുതൽ ഞെട്ടിക്കുന്നതാണ്. എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ തെറ്റ് RSSകാരുമായി ജീവിച്ചതാണ്. അതാണ് എന്നെ ആത്മഹത്യയിലേക്ക് നയിച്ചത്. സംഘപരിവാർ രാഷ്ട്രീയത്തിന്റെ കുരുക്കിൽപ്പെടുന്നവരുടെ ജീവൻ മരണ കഥകൾ കേരളം ദിനംപ്രതി കേൾക്കുകയാണ്. പുറത്തുവരാത്ത അനവധി സത്യങ്ങളും ഇനിയും ഈ സമൂഹത്തിനുള്ളിലുണ്ട് എന്ന ഈ സമീപകാല മരണങ്ങൾ തെളിയിക്കുന്നു. ഇൻസ്റ്റാ ന്യൂസ് മലയാളം, തിരുവനന്തപുരം.